Transfer in of the patient to the organization is done appropriately. അവിടെ ഒരു സ്റ്റാർ ഒക്കെ നമുക്ക് കാണാൻ പറ്റും സ്റ്റാൻഡേർഡിൽ. അത് വെച്ചാൽ മിക്കവാറും നമ്മൾ ആ സ്റ്റാർ കാണുന്നതെല്ലാം ഒരു ഡോക്യുമെൻ്റ് ആവശ്യമുണ്ടോ എന്ന് പറയാനായിട്ടാണ്. AAC3യുടെ എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ പറയുന്നത് നമ്മുടെ ആശുപത്രിയിലേക്ക് ഒരു പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ഇൻ കൊണ്ടുവരികയാണെങ്കിൽ മറ്റൊരു ക്ലിനിക്കിൽ നിന്നായിരിക്കാം, ഒരു ചെറിയ ഹോസ്പിറ്റലിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ വലിയ ഹോസ്പിറ്റലിൽ നിന്ന് പോലും നമ്മുടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആവശ്യത്തിന് വേണ്ടി വരുന്നതായിരിക്കാം. അത് വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം. അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. പ്ലാൻഡ് ആണെങ്കിൽ അതെങ്ങനെയാണ് ഇവിടെ എത്തിക്കേണ്ടതെന്ന് ഒരു നിർദ്ദേശം ആ ആശുപത്രിക്ക് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ബെഡ് റിഡനായി കിടക്കുന്ന പേഷ്യൻറ്റിനെ കൊണ്ടുവരികയാണെങ്കിൽ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം. അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് ട്രാൻസ്ഫർ ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ നമ്മൾ ആംബുലൻസിനെ അയച്ചു കൊണ്ടുവരികയാണെങ്കിൽ അതിനകത്ത് കൃത്യമായി ആ ഒരു ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് നോളജ്ഡ് ആയിട്ടുള്ള ഒരു നേഴ്സോ ടെക്നീഷ്യനോ ഉണ്ടായിരിക്കണം. അപ്പോൾ AAC3 കമ്മിറ്റ്മെൻറ്റ് ആണ് മൊത്തം ഒബ്ജക്റ്റീവ് എലമെൻസും. AAC3A മെൻഷൻ ചെയ്യുന്നത് ട്രാൻസ്ഫർ ഇൻ ഓഫ് പേഷ്യൻറ്റ് ടു ദ ഓർഗനൈസേഷൻ ഈസ് ഡൺ അപ്രോപ്രിയറ്റ്ലി എന്നതാണ്. വ്യക്തമാണ്. നമുക്ക് ഇവിടെ ഡോക്യുമെൻ്റഡ് ആയ സ്ട്രക്ചർ ഉണ്ടാവണം, അസിസ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടാവണം, അതാര് പോകണം എന്നത് ഡിഫൈൻഡ് ആയിരിക്കണം.